Hi students, good morning. Welcome to A Dream Classroom. Today we are discussing about the fourth unit, Kamala Das. നമ്മൾ ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 4 ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമല ദാസ് ആണ്. മുൻ ചാപ്റ്ററുകളിൽ നമ്മൾ യൂണിറ്റുകളിലെ സരോജിനി നായിഡുവിനെ പറ്റി പഠിച്ചു, നിസി മിസേകലിനെ പറ്റി പഠിച്ചു, പിന്നെ കെ രാമാനുജനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് സെക്ഷനാണ്, ലാസ്റ്റ് യൂണിറ്റാണ്. അത് കമലാദാസിനെ പറ്റിയാണ് കേട്ടോ. കമലാദാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അല്ലേ, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു റൈറ്ററാണ് കമലാദാസ് എന്ന് പറഞ്ഞാൽ. Kamala Das was born in Malabar, Kerala, 1934. 1934 കേരളയിലെ മലബാറിലാണ് കമലാദാസ് ജനിച്ചിട്ടുള്ളത് അല്ലേ. ഹെർ മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആർ മലയാളം പോയിറ്റ്സ്. കമലാദാസിൻ്റെ അമ്മയും അച്ചച്ചനും, അതായത് ഗ്രാൻഡ് ഫാദറും എന്താണ്, ഒരു മലയാളം പോയറ്റാണ്. ഹെർ പോയംസ് ഹാവ് ഒറിജിനാലിറ്റി ആൻഡ് ഫ്രഷ്നെസ്. കമലാദാസിൻ്റെ പോയംസ്, കവിതകൾ എങ്ങനെയാണ്, നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിരുന്നു അല്ലേ, അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു, അതേപോലെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. മാരീഡ് ഇൻ 15-year-old, ത്രീ ചിൽഡ്രൻ. എന്താ, കമലാദാസ് 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അതായത് ഇപ്പോൾ എന്നല്ല, കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളുമായിട്ട് ജീവിക്കുകയായിരുന്നു. ഹെർ പോയട്രി ഈസ് കൺസേൺഡ് അബൌട്ട് ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ വേൾഡ്. എന്താണ്, കമലാദാസിൻ്റെ പോയട്രികൾ എങ്ങനെയായിരുന്നു, ഈസ് കൺസേൺഡ് അബൌട്ട് ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ വേൾഡ്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ വേൾഡിനെ ആയിരുന്നു കൺസേൺ ചെയ്തിരുന്നത് അല്ലേ. ഹെർ പോയട്രി ഈസ് കൺസേൺഡ് അബൌട്ട് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, അതായത് ഇന്നർ ആൻഡ് ഔട്ടർ വേൾഡ്. ഷീ എക്സ്പ്രസസ് ഫീമെയിൽ ഇമോഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ്. കമലാദാസ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു എക്സ്പ്രസ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, ഫീമെയിൽ ഇമോഷൻസിനെയും അവരുടെ ഫീമെയിൽ ഐഡൻറ്റിറ്റീനെ കുറിച്ചായിരുന്നു എക്സ്പ്രസ് ചെയ്തിരുന്നത് ഒട്ടുമിക്ക റൈറ്റിങ്സിലും അല്ലേ. ഷീ ഈസ് ബോൾഡ് ആൻഡ് ഹോണസ്റ്റ് റൈറ്റർ. കമലാദാസ് എങ്ങനെയായിരുന്നു, ഒരു ബോൾഡും അതേപോലെ ഹോണസ്റ്റും ആയിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു. അതായത് ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ഒരു ഹോണസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, നമുക്ക് പറയുമ്പോൾ ആ ഒരു അതിലൊരു സത്യസന്ധത ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു റൈറ്ററായിരുന്നു ആര്, കമലാദാസ് എന്ന് പറഞ്ഞത്. റോട്ട് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. എന്താണ്, കമലാദാസ് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിരുന്ന ഒരു റൈറ്ററായിരുന്നു കമലാദാസ് അല്ലേ. ഷീ എക്സ്പ്ലോർസ് ഹെർ വർക്ക്സ് എക്സ്പ്ലോർ ലവ്, പെയിൻ ആൻഡ് വിമൻഹുഡ്. എന്താണ് അവളുടെ, അതായത് കമലാദാസിൻ്റെ വർക്കുകൾ എക്സ്പ്ലോർ ചെയ്തിരുന്ന തീമുകൾ എന്തൊക്കെയായിരുന്നു, ലവ്, പ്രണയം, പെയിൻ, വേദന, വിമൻഹുഡ്, സ്ത്രീത്വത്തിനെ പറ്റിയായിരുന്നു പോയംസൊക്കെ അധികവും ഉണ്ടായിരുന്നത് അല്ലേ. 3 books ഓഫ് പോയട്രി. കമലാദാസിന് ഒരു 3 ഇമ്പോർട്ടൻസ് ഓഫ് പോയട്രികളുണ്ട്, 3 ബുക്സുകളുണ്ട് അല്ലേ. അത് ഏതൊക്കെയാണ്, സമ്മർ ഇൻ കൽക്കട്ട 1965, ദ ഡിസെൻഡൻസ് 1967, ദ പ്ലേ ഹൗസ് ആൻഡ് ദ അതർ പോയംസ് 1973. ഇതാണ് 3 ബുക്സ് ഓഫ് പോയട്രി. 3 ബുക്സ് ഓഫ് പോയട്രികളാണ്. സമ്മർ ഇൻ കൽക്കട്ട 1965 പബ്ലിഷ് ചെയ്തു. ദ ഡിസെൻഡൻറ്റ് 1967 പബ്ലിഷ് ചെയ്ത പ്ലേ ഹൗസ് ആൻഡ് ദ അതർ പോയംസ് 1973. ഇങ്ങനെയാണ് 3 ബുക്സ് ഓഫ് പോയട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കമലാദാസിൻ്റെ കേട്ടോ. കമലാദാസ് പോയട്രി അല്ലെങ്കിൽ റൈറ്റിങ്സ് ഒക്കെ പറഞ്ഞത് എന്താണ്, കൺഫെഷണൽ ഇൻ ടോൺ ആണ്. അതായത് പോയംസ് ഒക്കെ എന്താണ്, കൺഫെഷണൽ ആയിട്ടുള്ള, അതായത് റൈറ്റിങ്സ് മൊത്തം പോയംസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവളുടെ റൈറ്റിങ്സ് എങ്ങനെയാണ്, കൺഫെഷണൽ. അതായത് കൺഫെഷണൽ എന്ന് പറഞ്ഞാൽ കുറ്റസമ്മതം നടത്തുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു കമലാദാസിൻ്റെ റൈറ്റിങ്സ് ഒക്കെ അല്ലേ. അപ്പോൾ എന്താണ്, കൺഫെഷണൽ ഇൻ ടോൺ, റിവീൽ ഹെർ ഫെമിനൈൻ സെൻസിബിലിറ്റി. എന്താണ്, ഓരോ റൈറ്റിങ്സിലും എന്താണ് റിവീൽ ചെയ്ത് തുറന്ന് കാണിക്കുന്ന കാര്യം എന്താണ്, ഹെർ ഫെമിനൈൻ സെൻസിബിലിറ്റി. ഫെമിനൈൻ അല്ല, സ്ത്രീപരമായിട്ടുള്ള ഒരു സെൻസിബിലിറ്റിനെ ആയിരുന്നു എന്ത്, കമലാദാസ് റിവീൽ ചെയ്തിരുന്നത് അല്ലേ. ഹെർ ഫ്രാങ്ക്നെസ് ഗീവ് സ്ട്രെങ്ത് ടു ഹെർ പോയട്രി. എന്താണ്, ആ ഒരു ഫ്രാങ്ക്നെസ്, അതായത് ആ ഒരു എല്ലാം തുറന്നു പറയുന്ന തരത്തിലുള്ള ആ ഒരു ക്യാരക്ടർ എന്താണ്, ആ ഒരു പോയട്രിക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. എക്സ്പ്രസ് ഹെർ പേഴ്സണൽ തീംസ്. എന്താണ്, ഒരു പേഴ്സണൽ തീംസ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിരുന്ന ഒരാളാണ് ആര്, കമലാദാസ്. കമലാദാസ് ഡൈഡ് ഇൻ on 31 May 2009, aged 75. She died at a hospital in Pune. Her body was flown into her home state of Kerala. She was buried at the പാലായം ജുമാ മസ്ജിദ് അറ്റ് തിരുവനന്തപുരം വിത്ത് ഫുൾ സ്റ്റേറ്റ് ഹോണർ. എന്താണ്, 2009 മെയ് 31 കമലാദാസ് മരിച്ചിട്ടുള്ളത്. 75-ാമത്തെ വയസ്സിലാണ് മരിച്ചിട്ടുള്ളത്. പൂനെയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഒരു പാളയം ജുമാ മസ്ജിദിലാണ്
തിരുവനന്തപുരത്തുള്ള പാളയം ജുമാ മസ്ജിദിലാണ് ബറി ചെയ്തിട്ടുള്ളത്. കമലാദാസും പിന്നെ മുസ്ലിംസിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കമല സുരയ്യ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് ജുമാ മസ്ജിദിൽ ബറി ചെയ്തിട്ടുള്ളത്. അതും വിത്ത് ഫുൾ സ്റ്റേറ്റ് ഓഫ് ഓണർ, നല്ലൊരു സ്റ്റേറ്റ് ഓഫ് ഓണറിലാണ് ബറി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനി ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് 2 പോയംസ് ആണ് കേട്ടോ. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസും ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പോയംസ് ആണ്. ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞത് ഏതിൽ നിന്നാണ്? ഇറ്റ് ഈസ് ഫ്രം സമ്മർ ഇൻ കൽക്കട്ട. 3 ബുക്സ് ഓഫ് പോയട്രി ഉണ്ട് പറഞ്ഞു. സമ്മർ ഇൻ കൽക്കട്ട, ദ ഡിസെൻഡന്റ് ആൻഡ് ദ പ്ലേ ഹൗസ് ആൻഡ് ദ അതർ പോയം. സമ്മർ ഇൻ കൽക്കട്ടയിലുള്ള പോയമാണ്. ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരു പോയമാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അതായത് എൻ്റെ അച്ഛമ്മയുടെ വീട് എന്നാണ് ഇതിൻ്റെ പേര്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഇറ്റ് ഈസ് ഫ്രം സമ്മർ ഇൻ കൽക്കട്ട. ഇറ്റ് ഈസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയ. അതായത് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയാണ്. അതായത് പോയറ്റിൻ്റെതായ കാര്യങ്ങൾ പറയുന്നതാണ് ഓട്ടോബയോഗ്രഫിക്കൽ പോയം. ജീവചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പോയത്തിൽ പറയുന്നത് കേട്ടോ. സ്റ്റോറി ഓഫ് നൊസ്റ്റാൾജിയ ആൻഡ് സോറോ. ഈ ഒരു പോയം എന്ന് പറയുന്നത് കമലാദാസിൻ്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് നൊസ്റ്റാൾജിയ ആൻഡ് സോറോ. പഴയ കാലത്തിൻ്റെ ഓർമ്മകളും അതേപോലെ സങ്കടങ്ങളും ആയിരുന്നു ഈ ഒരു പോയത്തിലുള്ളത് അല്ലേ. ചൈൽഡ്ഹുഡ് ഓഫ് ദ പോയറ്റ്, ദ സെക്യൂരിറ്റി ഓഫ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഈ ഒരു പോയത്തിൽ എന്താണ്? ആ ഒരു പോയറ്റസിൻ്റെ, അതായത് കമലാദാസിൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫാണ് കാണിക്കുന്നത് അല്ലേ. ആ ഒരു സെക്യൂരിറ്റി ഓഫ് ഗ്രാൻഡ് മദേഴ്സ്, ആ ഒരു പണ്ടത്തെ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ആ ഫീൽ ചെയ്തിരുന്ന ആ ഒരു സെക്യൂരിറ്റി, വന്നത്തെ ആ ഒരു നല്ല ഒരു ലൈഫിനെ, ചൈൽഡ്ഹുഡ് ലൈഫിനെയൊക്കെയാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. മെമ്മറി ഓഫ് ചൈൽഡ്ഹുഡ് ഇൻ നാലപ്പാട്ട് ഹൗസ്. അവരുടെ ഹൗസായിട്ടുള്ള നാലപ്പാട്ട് ഹൗസ്, അതായത് അവരുടെ ഫാമിലി ഹോമായിട്ടുള്ള മലബാറിലുള്ള ഒരു ഫാമിലി ഹോമായിട്ടുള്ള നാലപ്പാട്ട് ഹൗസിലുള്ള ആ ഒരു മെമ്മറീസാണ് ഈ ഒരു മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ കമലാദാസ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഗ്രാൻഡ് മദർ സിംബലൈസസ് ഫോർ ദ പോയറ്റസ് ലവ്, ഇന്നസെൻസ്, റെസ്പെക്റ്റബിലിറ്റി ആൻഡ് ദ ട്രഡീഷണൽ വാല്യൂ. ഈ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞിട്ടുള്ള പോയറ്റസിൻ്റെ ഗ്രാൻഡ് മദർ സിംബലൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ പോയറ്റസ്, പോയറ്റിൻ്റെ, അതായത് കവയത്രിയുടെ ലവ്, പ്രണയം, ഇന്നസെൻസ്, നിഷ്കളങ്കത, റെസ്പോൺസിബിലിറ്റി ആൻഡ് ട്രഡീഷണൽ വാല്യൂ. ഇതൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്ന ഒരു അവളുടെ ഗ്രാൻഡ് മദർ സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ലവ്, ഇന്നസെൻസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്റ്റബിലിറ്റി ആൻഡ് ട്രഡീഷണൽ വാല്യൂ. പിന്നെ എന്താണ്? ഷീ വിഷസ് ടു ഗോ ബാക്ക്. ആ ഒരു ഇന്നത്തെ ആ ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു പണ്ടത്തെ ആ ഒരു നല്ല ഒരു മെമ്മറി ഉള്ള ആ ഒരു ചൈൽഡ്ഹുഡിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ കമലാദാസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. പോയം കൺസിസ്റ്റിംഗ് ഓഫ് 16 ലൈൻസ്. ഈ പോയത്തിൽ എന്താണ്? 16 വരികളാണ്. ചെറിയ ഒരു പോയമാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞത്. സെക്യൂരിറ്റി ഓഫ് ബീങ് കെയർഡ് ആൻഡ് ദ ബുക്സ് സജസ്റ്റീവ് മെനി പോസിബിലിറ്റി. എന്താണ്? ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിൽ കമലാദാസിന് ഒരു കെയറിങ്ങിലുള്ള ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. ആൻഡ് ബുക്സ് സജസ്റ്റീവ്സ് മെനി അവിടെയുള്ള ബുക്സുകളൊക്കെ എന്താണ്? കുറേയൊക്കെ പോസിബിലിറ്റീസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയണത്. ഹൗസ് ഇൻ ദ മലബാർ എന്ന് പറഞ്ഞത് എന്താണ്? ഹൗസ് ഇൻ ദ മലബാർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓൾസോ ഇമാജിനേഷൻ ആൻഡ് യൂത്ത്. മലബാറിലുള്ള വീടുകൾ എന്ന് പറഞ്ഞത് എന്താണ്? സെക്യൂരിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ കാണിക്കുന്ന ഒരു തരത്തിലുള്ള വീടുകളാണ്. പിന്നെ അതേപോലെ എന്താണ്? ഓൾസോ ഇമാജിനേഷൻ ആൻഡ് യൂത്തിനെ പറ്റിയും ഇമാജിനേഷനെ പറ്റിയും ഒക്കെ കാണിക്കുന്നതാണ് എന്താ? ഹൗസസ് ഇൻ ദ മലബാർ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രീ ടു ഡ്രീം ഹെർ ഓൺ ഫാൻറ്റസീസ്. എന്താണ്? ആ ഒരു സ്ഥലത്ത്, അതായത് ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ എന്തായിരുന്നു? അവൾക്ക് അവളുടെ ഫാൻറ്റസീസിനെ പറ്റിയുള്ള ഡ്രീംസിനൊക്കെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു അല്ലേ. ഫ്രീ ടു ഡ്രീം ചെയ്യാൻ, സ്വപ്നം കാണാൻ നല്ല ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഹെർ ഓൺ ഫാൻറ്റസീസ്, അവളുടെ തന്നെ ഫാൻറ്റസീസിനെ പറ്റി ഡ്രീം ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് പാർട്ടിൽ എന്താണ് പറയണത്? എബൌട്ട് പോയറ്റ്സ് ഹസ്ബൻഡ്, അതായത് ഹസ്ബൻഡിന് ആ ഒരു വീടിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ പറ്റി അറിയില്ല എന്നുള്ള തരത്തിലാണ് അത് പറയണത് അല്ലേ. ഹൂ ഹാവ് ഐ ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ് നൗ സ്ട്രേഞ്ചേഴ്സ് ഡോസ് ആൻഡ് റിസീവ് ലവ്സ്. ആ ഒരു ഇപ്പം എന്താണ്? ആ ഒരു സ്നേഹത്തിന് വേണ്ടി പലരുടെ വാതിലുകൾ ചെന്ന് മുട്ടുകയെന്ന്. അതായത് ആ ഒരു സ്നേഹം അന്ന് കിട്ടിയിരുന്ന ഗ്രാൻഡ് മദറിൽ നിന്ന് കിട്ടിയിരുന്ന ആ ഒരു സ്നേഹം എന്താണ് ഇപ്പോൾ കമലാദാസിന് കിട്ടുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പോയറ്റ്സ് ഹസ്ബൻഡിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്യാൻ യു ബിലീവ് ദാറ്റ് ഐ വാസ് പ്രൗഡ് ആൻഡ് ലൗഡ്. ആ ഒരു കാലത്ത് ഹസ്ബൻഡിനോട് ചോദിക്കുക, ക്യാൻ യു ബിലീവ് ദാറ്റ് ഹൗ ഐ
ഹൗ ഐ വാസ് പ്രൗഡ് ആൻഡ് ലൗഡ്. ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയാണ് പ്രൗഡും അതേപോലെ ലവ് സ്നേഹിക്കപ്പെടുകയും ചെയ്തിരുന്നതെന്ന് അറിയുമെന്ന് ചോദിക്കണം. അതാണ് ഹസ്ബൻഡുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ആ ലാസ്റ്റ് വരികളിൽ പറഞ്ഞത്. ലാസ്റ്റ് 2 ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെറിബ്ലി പോയിഗ്നൻ്റ്. അതായത് ആ ലാസ്റ്റ് വരികൾ, മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ ടു റിസീവ് ലവ് അറ്റ് ലീസ്റ്റ് ഇൻ എ സ്മോൾ ചേഞ്ച്. ഈ ഒരു 2 വരികൾ, ലാസ്റ്റ് 2 വരികൾ എന്താണ്, നല്ലൊരു സങ്കടം തരുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ലാസ്റ്റ് 2 ലൈൻസ് ഇപ്പം എന്താണ്, അന്ന് കിട്ടിയിരുന്ന ആ ഒരു സ്നേഹത്തിന് വേണ്ടി ഇപ്പം എന്താണ് ബെഗ് ചെയ്യാണ്, സ്ട്രേഞ്ചേഴ്സിനോട് ബെഗ് ചെയ്യുകയാണെന്നാണ് കമലാദാസ് ആ ഒരു പോയത്തിൽ പറയണത് കേട്ടോ. ഈ പോയത്തിൽ എന്താണ് പറയണത്, My grandmother's house, the poet talks about her memories of grandmother's house where she used to feel loved. അത് എന്താണ്, ആ ഒരു സ്നേഹിക്കപ്പെടുക എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത് എവിടെയാണ്, ആ ഒരു ഗ്രാൻഡ് ഹൗസിൽ ഗ്രാൻഡ് മദറിൽ നിന്നാണ്. അതുകൊണ്ട് ആ ഒരു മെമ്മറീസ് ആണ് ഈ പോയത്തിൽ പറയണത്. The house is far away now and feels different since her grandmother passed away. ആ ഒരു അച്ഛമ്മ മരിച്ചു, അതായത് ഗ്രാൻഡ് മദർ മരിച്ചു. അപ്പോൾ അതിനുള്ള ആ ഒരു മെമ്മറീസുകളാണ് അല്ലേ. ഹൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, വളരെ ദൂരെയാണ്. അപ്പോൾ ആ വീട്ടിലല്ല, ആ വീട് അനാഥമായിട്ട് കിടക്കുകയാണ്. ഹൗസ് ആൻഡ് ഫീൽസ് ഡിഫറൻറ്റ് സിൻസ് ഹെർ ഗ്രാൻഡ് മദർ. ആ ഒരു ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം എന്താണ്, പല തരത്തിലുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാണ് അല്ലേ. It is quiet and bit scary with the snake around books that the poet was too young to read back then. എന്താണ് ആ ഒരു ഇപ്പം ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് എന്താണ്, ക്വയറ്റ് ആൻഡ് സ്കയറി, എന്താണ് ഒരു ചെറിയതായിട്ടൊരു പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പോൾ എന്താണ്, ബുക്സുകളിലൊക്കെ പാമ്പുകളായിരുന്നു നടക്കുകയാണ്. അത് നമുക്ക് പിന്നെ എന്താണ്, പോയറ്റ് വാസ് ടു യങ് ടു റീഡ് ബാക്ക് ദെൻ. ഇപ്പം അത് വായിക്കുക എന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടാണല്ലേ. ദ പോയറ്റ് ഓഫൺ തിങ്സ് അബൌട്ട് ഗോയിങ് ബാക്ക് ടു ലുക്ക് ഇൻസൈഡ് ദ ഹൗസ് ഓർ ജസ്റ്റ് ടു ഫീൽ ഹൗ കോൾഡ് ആൻഡ് ക്വയറ്റ് ഇറ്റ് ഈസ് നോ. ഇപ്പോൾ ആ ഒരു പഴയ വീട്ടിലേക്ക് എന്താണ് അവിടെ എന്നുള്ള അവസ്ഥ എന്താണെന്ന് പോയി നോക്കാൻ പോയിട്ട് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഷീ ഈവൻ തിങ്സ് അബൌട്ട് ബ്രിങ്ങിങ് സം ഓഫ് ദ ഡാർക്ക്നെസ് ഫ്രം ദ ഹൗസ് ബാക്ക് ടു ഹെർ റൂം. എന്താണ് ആ ഒരു റൂമിൻ്റെ ആ ഡാർക്ക്നെസ്സിൽ മാറ്റിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടല്ലേ, അതുപോലും ചിന്തിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറഞ്ഞത്. എന്താണ്, ആ ഗ്രാൻഡ് മദറിൻ്റെ ഹൗസും ഗ്രാൻഡ് മദറിനെയൊക്കെ ആ ഗ്രാൻഡ് മദറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സ്നേഹമൊക്കെ എന്താണ്, കമലാദാസിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ കിട്ടിയൊരു സ്നേഹം ഇപ്പോൾ കിട്ടുന്നില്ല. ആ ഒരു നെസ്റ്റോൾജിക് ഫീലാണ് ഈ ഒരു പോയത്തിൽ പറയണത്. നമ്മളിനി നോക്കാൻ പോകുന്നത് ഇമേജറിയാണ് കേട്ടോ. ഈ ഒരു പോയത്തിലുള്ള ഇമേജുകൾ എന്തൊക്കെയാണെന്നാണ്. വിൻഡോ ആൻഡ് എയർ എന്ന് പറഞ്ഞിട്ടുള്ള 2 വാക്കുകളുണ്ട് ഈ പോയത്തിൽ. അതെന്താണ് സിംബലൈസ് ചെയ്യുന്നത്, സിംബലൈസ് ബ്ലൈൻഡ് ആൻഡ് ഫ്രോസൺ. വിൻഡോനെ ബ്ലൈൻഡ് ആയിട്ടും എയറിനെ ഫ്രോസൺ ആയിട്ടുമാണ്. അതായത് ആ ഒരു പഴയ ആ ഒരു വീട്ടിൽ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിൻ്റെ വിൻഡോ ജനലിൻ്റെ അവിടെ ഇരുന്നിട്ട് ആ ഒരു തണുത്ത കാറ്റ് അവൾ ആസ്വദിച്ചിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ എന്താണ്, ആ ഒരു വിൻഡോ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ടും എയർ എന്ന് പറയുന്നത് ഫ്രോസണും ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിൻഡോയും എയറും പണ്ടത്തെ ആ ഒരു മെമ്മറി ഉള്ളതും ബ്ലൈൻഡ് ആൻഡ് ഫ്രോസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അവസ്ഥയാണ്. ഹെർ ഹേർട്ട് ഈസ് ലൈക്ക് എ ഡാർക്ക് വിൻഡോ. ഇപ്പം എന്താണ് അവളുടെ, അതായത് കമലാദാസിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇരുണ്ട ഒരു ജനൽ പോലെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഫ്രഷ് എയർ ഡസ് നോട്ട് ബ്ലോ. അതിലൂടെ എന്താണ്, ആ ഒരു ഇരുണ്ട ഡാർക്കായിട്ടുള്ള ആ ഒരു വിൻഡോയിൽ കൂടെ എന്താണ്, ഫ്രഷ് എയേഴ്സ് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഫേവറേറ്റ്, ഈ ഒരു പോയത്തിലുള്ള ഫേവറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ, അതായത് അല്ലെങ്കിൽ കമലാദാസിൻ്റെ ആ ഒരു ഗ്രാൻഡ് മദേഴ്സ് ഹൗസിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, വിൻഡോ വേർ ഷീ സിറ്റ്സ് ആൻഡ് എൻജോയ് ദ കൂൾ റിഫ്രഷിങ് ബ്രീസ് ഓഫ് ദ പാസ്റ്റ്. ആ ഒരു പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലുള്ള എന്താണ്, ഭൂതകാലത്തിലെ എന്താണ്, ആ ഒരു അച്ഛമ്മയുടെ വീട്ടിൽ അതല്ലെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ വിൻഡോൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കമലാദാസ് ആൻഡ് എൻജോയ് ദ കൂൾ റിഫ്രഷിങ് ബ്രീസ്. ആ ഒരു നല്ലൊരു കൂളായിട്ടുള്ള റിഫ്രഷിങ് ഉള്ള ആ ഒരു ഇളം കാറ്റിനെ എന്താണ് എൻജോയ് ചെയ്തിരുന്നത്. അതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇമേജ് എംഫസൈസ് ദ ഡിസയർ ഓഫ് പോയറ്റസസ് ഫോർ എ സെൻറ്റിയൻറ്റ് പീപ്പ് ഇൻ ടു ഹെർ പാസ്റ്റ് ആൻഡ് റിസറക്ഷൻസ് ഓഫ് ഹെർ ഡ്രീം ആൻഡ് ഡിസയർ. എന്താണ് ആ ഒരു ഇമേജ്, ഇതിലുള്ള ആ ഒരു ഇമേജ് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്, ദ ഡിസയർ ഓഫ് പോയറ്റസ് ഫോർ എ സെൻറ്റിയൻറ്റ് പീപ്പ് ഇൻ ടു ഹെർ പാസ്റ്റ്. അവളുടെ ആ ഒരു പാസ്റ്റിലേക്കുള്ള ആ ഒരു എത്തിനോട്ടം, നല്ലൊരു എത്തിനോട്ടത്തെയാണ് ഡിസയർ ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത് അല്ലേ. ആ ഒരു പണ്ടത്തെ കാലത്തേക്കുള്ള ആ ഒരു തിരിഞ്ഞു നോട്ടം. അതേപോലെ റിസറക്ഷൻ ഓഫ്
ഹെർ ഡ്രീംസിൻ്റെയും ഡിസയേഴ്സിൻ്റെയൊക്കെ ആ ഒരു റിസറക്ഷനാണ് ഈ ഒരു ഇമേജുകൾ എന്താണ് എംഫസൈസ് ചെയ്യുന്നത് അല്ലേ. വിൻഡോ ബിക്കം ബ്ലൈൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞു വിൻഡോ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ പണ്ട് ആ തുറന്ന് കിടന്നിരുന്ന ആ കാറ്റ് ആസ്വദിച്ചിരുന്ന ആ വിൻഡോ എന്താണ്, ഇപ്പോൾ ബ്ലൈൻഡാണ്. അതിലൂടെ നല്ല ഒരു റിഫ്രഷിങ് കാറ്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ദ ക്രംബ്ലിംഗ് ഓഫ് ദ ഓൾഡ് ഹൗസ് ആൻഡ് ദ ഡെത്ത് ഓഫ് ദ ഓൾഡ് വിമൺ ലീവ് ദർ ഇമ്പാക്റ്റ് ഓൺ ദ പോയറ്റസ്. എന്താണ്, ആ ഒരു ഓൾഡ് ഹൗസിൻ്റെ ആ ഒരു ക്രംബ്ലിങ്ങും അതേപോലെ ഗ്രാൻഡ് മദർ, ഓൾഡ് വുമൺ എന്ന് പറയുന്നത് ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ ആ ഒരു മരണം എന്ന് പറയുന്നത് എന്താണ്, പോയറ്റിൽ നല്ലൊരു ഇമ്പാക്റ്റ് ബാക്കിയാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൻ്റെ സമ്മറിയും അതേപോലെ അതിലുള്ള കുറച്ച് ഇമേജുകൾ അല്ലെങ്കിൽ ഇമേജറി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയം ബ്ലഡ്, കമലാദാസിൻ്റെ വേറൊരു പോയാണ് ബ്ലഡ്. ഇറ്റ് ഈസ് ഓൾസോ ഓട്ടോബയോഗ്രഫിക്കൽ. ഈ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് പോലെ തന്നെ ഈ ബ്ലഡ് എന്ന് പറഞ്ഞ പോയം എന്താണ്, ഓട്ടോബയോഗ്രഫിക്കലാണ്. അതായത് റിയൽ ലൈഫിൽ നടന്ന കാര്യമാണ് കേട്ടോ. ഫ്രം ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് ദ അതർ പോയംസ്, 3 കളക്ഷൻ ഓഫ് പോയംസ് ഉണ്ടല്ലോ, പോയട്രി ഉണ്ടല്ലോ. അതിലെ ആദ്യത്തേത് എന്താണ്, സമ്മർ ഇൻ കൽക്കട്ടയിലുള്ളതാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം എന്താണ്, ഫ്രം ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ്. ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ് എന്നുള്ള പോയമാണ് ബ്ലഡ് അല്ലേ. എക്സ്പ്ലോറേഷൻ ഓഫ് ട്രൂ നേച്ചർ ഓഫ് ലവ്, എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയത്തിൽ എന്താണ്, രണ്ടും ഓട്ടോബയോഗ്രഫിക്കലാണ്. ഇറ്റ് ഈസ് എക്സ്പ്ലോറേഷൻ ഓഫ് ട്രൂ നേച്ചർ ഓഫ് ലവ്, ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ നല്ല ശരിയായിട്ടുള്ള ഒരു നേച്ചർ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഈ ഒരു പോയത്തിലുള്ളത് കേട്ടോ. എബൌട്ട് ഹെർ ചൈൽഡ്ഹുഡ് കണക്ഷൻ ടു ഹെർ ഡീക്കേയിങ് ആൻസിസ്ട്രൽ ഹോം ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ. ഈ ഒരു പോയം എന്ന് പറയുന്നത് എന്താണ്, ഗ്രാൻഡ് മദറിനെയും അതേപോലെ ആ ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പോകുന്ന ആ ഒരു പഴയ ആ ഒരു ഗ്രാൻഡ് മദർ താമസിച്ചിരുന്ന ആ ഒരു വീടിനെ പറ്റിയാണ് ഈ പോയത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിലും ഗ്രാൻഡ് മദറിനെ അതേപോലെ ഗ്രാൻഡ് മദറിൽ നിന്നുള്ള സ്നേഹം ആ ഒരു വീടിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോയത്തിലും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എബൌട്ട് ഹെർ ചൈൽഡ്ഹുഡ് കണക്ഷൻ ടു ഹെർ ഡീക്കേയിങ് ആൻസിസ്ട്രൽ ഹോം ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ. ഈ ഒരു പോയം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു കണക്ഷൻ, ആ ഒരു ഡീക്കേയിങ് ആൻഡ് അവരുടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള അവരുടെ ആൻസിസ്ട്രൽ ഹോമിൻ്റെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആൻസിസ്ട്രൽ ഹോമിനെ അതേപോലെ കമലാദാസിൻ്റെ ഗ്രാൻഡ് മദറിനെ പറ്റിയുള്ള ആ ഒരു ചൈൽഡ്ഹുഡിലുള്ള കണക്ഷനെ പറ്റിയാണ് ഈ പോയം. തീം ഓഫ് ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി. ഈ ഒരു പോയത്തിലുള്ള തീം എന്ന് പറയുന്നത് ട്രഡീഷൻ വേഴ്സസ് ടു മോഡേണിറ്റി. ഗ്രാൻഡ് മദർ വാസ് റിലീജിയസ്. എന്താണ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. പ്രൗഡ് ഓഫ് പ്യൂരിറ്റി ഓഫ് ഹെർ ഫാമിലീസ് ബ്ലഡ്. ആ ഒരു നമ്മുടെ ആ ഒരു ഫാമിലിയുടെ ആ ഒരു ബ്ലഡ്, അതായത് നമ്മുടെ ആ ഒരു പൂർവികന്മാരുടെ ആ ഒരു രക്തം, അതായത് ആ ഫാമിലിയുടെ ഒരു ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ആ ഒരു പ്യൂരിറ്റിയിൽ ഗ്രാൻഡ് മദർ വളരെയധികം എന്താണ് പ്രൗഡായിരുന്ന ഒരാളാണ് അല്ലേ. ആ ഒരു ഫാമിലി ബ്ലഡ്, അതായത് ആ ഒരു ഫാമിലിയിലെ ഒരു ബ്ലഡ്, അവരുടെ ആ ഒരു തലമുറകളെ ആ ഒരു ബ്ലഡിനെ എന്താണ് അതിൻ്റെ ആ ഒരു പ്യൂരിറ്റിനെ ഗ്രാൻഡ് മദർ അധികം നല്ല പ്രൗഡ് ചെയ്യുന്നു. ഗ്രാൻഡ് മദർ അല്ലേ, പ്രൗഡായിരുന്നു. കൺസേൺഡ് അബൌട്ട് ഡീക്കേയിങ് ഓൾഡ് ഹൗസ്. എന്താണ് ഗ്രാൻഡ് മദർ എന്താണ് ആ ഒരു പഴയ ആ ഒരു വീട്, ആ ഒരു തറവാട് വീട് എന്താണ് ആ ഒരു നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി വളരെയധികം കൺസേൺഡ് ആയിരുന്നു അല്ലേ. നല്ല ശ്രദ്ധയും കൺസേണും ഉണ്ടായിരുന്നു ആ ഒരു ഗ്രാൻഡ് മദറിനും അതേപോലെ കമലാദാസിന്. പോയറ്റസ് പ്രോമിസ് ഹെർ ദാറ്റ് ഷീ വുഡ് റെനോവേറ്റ് ദ ഹൗസ് വെൻ ഷീ ഗ്രൂ അപ്പ്. എന്താണ് നമ്മളെ കമലാദാസ് ഗ്രാൻഡ് മദറിനോട് പറയുകയാണ്, ആ ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന ആ വീടിനെ പറ്റി ഗ്രാൻഡ് മദറിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഗ്രാൻഡ് മദറിനോട് ആ ഒരു ചെറുപ്പത്തിൽ ആ കുട്ടിക്കാലത്ത് കമലാദാസ് പ്രോമിസ് ചെയ്യാണ് എന്ത്, ദാറ്റ് ഷീ വുഡ് റിനോവേറ്റ് ദ ഹൗസ് വെൻ ഷീ ഗ്രൂ അപ്പ്. അവൾ അതായത് കമലാദാസ് വളർന്ന് വലുതായി വരുമ്പോൾ ഈ ഒരു വീണുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർച്ചയിലേക്ക് വീണ ആ ഒരു വീടിനെ ഞാൻ റിനോവേറ്റ് ചെയ്ത് അതായത് നല്ല രീതിയിലാക്കുമെന്ന് പ്രോമിസ് ചെയ്യണം. പക്ഷേ വളർന്നപ്പോൾ എന്താണ്, ഷീ ഫെയിൽ ടു ഫുൾഫിൽ ഹെർ വേർഡ്സ്. വളർന്ന് വലുതായപ്പോൾ എന്താണ് അവൾക്ക്, അതായത് കമലാദാസിന് അവളുടെ വേർഡ്സ് അച്ചമ്മയ്ക്ക് കൊടുത്ത ആ ഒരു വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വന്നില്ല. അതായത് വീടിനെ നല്ല രീതിക്ക് ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അല്ലേ. ഈ ഒരു എൻഡിൽ, അതായത് ഈ പോയത്തിൻ്റെ എൻഡ് എന്താണ് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഫാൾ ഓഫ് ഓൾഡ് ഹൗസ് വിത്ത് ദ ഫാൾ ഓഫ് ഹെർ ഓൺ ഓൾഡ് വാല്യൂസ്. എന്താണ് പോയം എന്ന് പറയുന്നത് മറ്റേ പോയം പോലെയല്ല, അതായത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് പോലെയല്ല. ഈ പോയം ബ്ലഡ് എന്ന് പറഞ്ഞ പോയം കുറച്ച് ലെങ്തിയാണ്. ഇതിലെന്താണ്
But do not blame my blood, so thin, so clear, so fine, the oldest blood in the world that remembers at its flows all the germ and all the gold and all the perfume and the oils and the stately elephant bride. എന്താണ് ആ ഒരു അവസാനത്തെ ആ ഒരു ലൈനുകൾ, ആ ഒരു ഭാഗം എന്ന് പറഞ്ഞത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഫോൾ ഓഫ് ദ ഹോൾഡ് ഹൗസ് വിത്ത് ദ ഫോൾ ഓഫ് ഹെർ ഓൺ വാല്യൂസ്. ആ ഒരു അവസാനമായപ്പോഴേക്കും എന്താണ് ആ ഒരു അവളുടെ ആ ഫോൾ ഓഫ് ഓൾഡ് ഹൗസ്, ആ ഒരു പഴയ വീടിൻ്റെ ആ ഒരു തകർച്ച എന്ന് പറഞ്ഞത് എന്തിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഫോൾ ഓഫ് ഹെർ ഓൺ ഓൾഡ് വാല്യൂസ്. ആ പണ്ടത്തെ കമലാദാസിൻ്റെ ആ ഒരു കമലാദാസിന് സ്വയം ഉണ്ടായിരുന്ന ആ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു വാല്യൂ, ആ മൂല്യം എന്ന് പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? ആ ഒരു ഫോൾ ഓഫ് ഓൾഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഫോൾ ഓഫ് ഹെർ ഓൺ വാല്യൂ, ആ പഴയ ആ വീടിൻ്റെ ഫോൾ എന്ന് പറഞ്ഞത് കമലാദാസിൻ്റെ സ്വന്തം വാല്യൂ, ആ ഒരു വാല്യൂവിൻ്റെ ഒരു തകർച്ചയായിട്ട് വീഴ്ചയായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലേ? ഹെർ നൊസ്റ്റാൾജിയ ഫോർ ഓൾഡ് ഹൗസ്. എന്താണ് ആ ഒരു ഈ ബ്ലഡ് എന്ന് പറഞ്ഞ് പോയം എന്താണ്? കമലാദാസിൻ്റെ ആ ഒരു പഴയ ആ ഒരു വീടിൻ്റെ ആ ഒരു നൊസ്റ്റാൾജി ആയിട്ടുള്ള തരത്തിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഹിസ്റ്ററി ഓഫ് ദ ഹൗസ് ഈ വോക്ക് ഫോർ ഓഫ് ദ പോയറ്റ്സ് ഓൺ ചൈൽഡ്ഹുഡ് മെമ്മറി ഓഫ് ഇറ്റ്. എന്താണ് ആ ഒരു വീടിൻ്റെ ഹിസ്റ്ററി, ആ ഒരു പഴയ ഒരു ആൻസിസ്റ്റൽ ഹോമിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞത് എന്താണ്? അത് ഇവോക്ക് ചെയ്യുന്നത് എന്താണ്? ഓഫ് ദ പോയറ്റ്സ് ഓൺ ചൈൽഡ്ഹുഡ് മെമ്മറി ഓഫ് ഇറ്റ്. ആ പോയറ്റിൻ്റെ ആ ഒരു വീടിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ്, ആ കുട്ടിക്കാലത്തെ ആ ഒരു മെമ്മറീനെയാണ് ഇത് ഇവോക്ക് ചെയ്യുന്നത്. ഹിസ്റ്ററി ഓഫ് ഹൗസ് എന്ന് പറഞ്ഞത് ആ വീടിനെ പറ്റിയില്ല, കമലാദാസിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീനെയാണ് ഇവോക്ക് ചെയ്യുന്നത് അല്ലേ? Now it is a decaying house with wall cracked fallen tiles. എന്താണ് ഇപ്പോൾ എന്ന് പറയുന്നത്? അതായത് ഈ ഒരു കവിത എഴുതുന്ന ആ ഒരു സമയത്ത് എന്താണ് പോയറ്റ്, അതായത് പോയറ്റസ് കമലാദാസ് എന്താ പറയുക? ഇറ്റ് ഈസ് എ ഡീക്കേയിങ് ഹൗസ്. ഇപ്പം എന്താണ്? നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ആ ഒരു അവരുടെ ആ ഒരു ആൻസിസ്ട്രൽ ഹോം അല്ലേ? വിത്ത് വാൾ ക്രാക്ക്ഡ്, ചുമരുകളൊക്കെ വിണ്ട് കീറി പൊട്ടിയിട്ടുണ്ട്, ടൈൽസൊക്കെ എന്താണ് ഫോളോ ചെയ്തിട്ടുണ്ട്, ഒക്കെ മഴ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ് ചുമരുകളൊക്കെ അല്ലേ? ഗ്രാൻഡ് മദർ പ്രൗഡ് ഓഫ് ഹെർ ഓൾഡസ്റ്റ് ബ്ലഡ് ഈസ് പോർട്രേഡ് വിത്ത് ഹ്യൂമർ ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. എന്താണ് ഗ്രാൻഡ് മദർ അവരുടെ ആ ഒരു ഓൾഡസ്റ്റ് ബ്ലഡ്, അതായത് അവരുടെ ആ ഒരു പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകുന്നിരുന്ന ആ ഒരു ബ്ലഡ് എന്ന് പറഞ്ഞത് എന്താണ്? അതിന് ഗ്രാൻഡ് മദർ വളരെയധികം പ്രൗഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അവരുടെ ആ ഒരു രക്തം എന്ന് പറഞ്ഞത് അല്ലേ? അതെങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്? വിത്ത് ഹ്യൂമറസ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്, അതായത് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ട് തമാശ രൂപത്തിലാണ് അതിനെ കമലാദാസ് ബ്ലഡ് എന്ന് പറഞ്ഞുള്ള പോയത്തിലൂടെ പോർട്രേറ്റ് ചെയ്യുന്നത്. ഗ്രാൻഡ് മദർ ഈസ് ഹേർട്ട് ടു സീ ദ ഹൗസ് ഡൈ. എന്താണ് ഈ വീട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗം ചുമരൊക്കെ വിണ്ട് കീറി എന്ന് പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഗ്രാൻഡ് മദറിന് എന്താണ് വളരെയധികം ഹേർട്ടാവുകയാണ്, സാഡായി തോന്നുകയാണ് അല്ലെ? സങ്കടം തോന്നുകയാണ്. കമലാദാസ് സ്പീക്സ് ഓഫ് ഡിഫീറ്റ് ആൻഡ് എംപ്റ്റിനെസ് ഓഫ് ദ ഇൻഎവിറ്റബിൾ ഡാർക്ക്നെസ്. കമലാദാസ് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഓഫ് ദ ഡിഫീറ്റ് ആൻഡ് എംപ്റ്റിനെസ്, ആ ഒരു ഡിഫീറ്റ് തകർച്ചയും അതേപോലെ ആ ഒരു ശൂന്യതയെ പറ്റിയൊക്കെ പറയുന്ന ഒരു പോയമാണ് ബ്ലഡ്. അതേപോലെ എന്താണ് ഇൻഎവിറ്റബിൾ ഡാർക്ക്നെസ്, അത് കൊടുക്കുന്ന ആ ഒരു ഡാർക്ക്നെസ്സിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പോയമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഈ പോയം എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഡീപ്പ് ബോണ്ട് ആൻഡ് ലൈഫ് ഗിവിങ് പവർ ഓഫ് എ മദേഴ്സ് ലവ് ത്രൂ ദ സിംബൽ ഓഫ് ബ്ലഡ്. ഈ ഒരു പോയത്തിൽ, ബ്ലഡ് എന്ന് പറഞ്ഞ പോയത്തിൽ എന്താണ് കമലാദാസ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഡീപ്പ് ബോണ്ട് ആൻഡ് ലൈഫ്, അതായത് ഒരു നല്ലൊരു ആഴത്തിലുള്ള ഒരു ബോണ്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലേ? ആ ഒരു കണക്ഷൻ ആൻഡ് ലൈഫ് ഗിവിങ് പവർ ഓഫ് എ മദേഴ്സ് ലവ് ത്രൂ സിംബൽ ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ ഒരു സിംബലിലൂടെ എന്താണ് അമ്മയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു പവർ നമുക്ക് കാണിച്ചു തരാണ് അല്ലേ? ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു സിംബലിലൂടെ. ബ്ലഡ് ആണല്ലോ നമ്മുടെയൊക്കെ മെയിൻ എന്ന് പറയുന്നത്, ശരീരത്തിൻ്റെ അത്യാവശ്യം വേണ്ട കാര്യമാണ് ബ്ലഡ് എന്ന്. അപ്പോൾ ആ ഒരു ബ്ലഡ് എന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹമായിട്ട് സിംബലൈസ് ചെയ്യുകയാണ് അല്ലേ? ബ്ലഡ് കണക്ട് പീപ്പിൾ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഷോയിങ് സ്ട്രെങ്ത് ഇൻ റിലേഷൻ. ബ്ലഡ് അതായത് രക്തം എന്ന് പറഞ്ഞത് എന്താണ്? കണക്ട് ചെയ്യുന്ന പീപ്പിൾ ശാരീരികപരമായിട്ടും ഫിസിക്കലിയും അതേപോലെ മാനസികപരമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ബ്ലഡ് എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മ, അച്ഛൻ, നമ്മുടെ അങ്ങനത്തെ ആ ഒരു റിലേഷനെയാണ് കേട്ടോ ബ്ലഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ശാരീരികപരമായിട്ടും ഇമോഷണലി മാനസികപരമായിട്ടും നമ്മളെ മനുഷ്യന്മാരെ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? ബ്ലഡ് അല്ലേ? ഷോയിങ് സ്ട്രെങ്ത് ഇൻ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങളിൽ എന്താണ് ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത് ഈ ഒരു ബ്ലഡ് ആണെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ
ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇമേജറീസ് നോക്കാം. നമുക്ക് പോയത്തിൽ ഈ ഒരു ബ്ലഡ് എന്ന് പറഞ്ഞുള്ള പോയത്തിലുള്ള ഇമേജറീസ്, അതായത് അതിലുള്ള ഇമേജസുകൾ. ഗ്രാൻഡ് മദർ ഈസ് വിവിഡ്ലി പോർട്രൈഡ് ത്രൂ റിച്ച് ക്ലസ്റ്റർ, ഹെർ റൈഡിങ് ആൻഡ് എലഫൻറ്റ് ആൻഡ് വിസിറ്റ് ടു ശിവ ടെമ്പിൾ. ആ ഒരു ഗ്രാൻഡ് മദർ നല്ല വിവിഡായിട്ട് പോർട്രൈ ചെയ്യുന്നത് ഒരു റിച്ച് ക്ലസ്റ്ററിലൂടെ നല്ലൊരു രീതിയിൽ പോർട്രൈ ചെയ്യാണ് ഗ്രാൻഡ് മദറിനെ കമലാദാസ്. എങ്ങനെയാണ്? ഹെർ റൈഡിങ് ഓൺ എലഫൻറ്റ്, എലഫൻറ്റിൻ്റെ ആനപ്പുറത്ത് ഇരുന്ന് റൈഡ് ചെയ്യുന്നത്. ആൻഡ് വിസിറ്റ് ടു എ ശിവ ടെമ്പിൾ, ഒരു ശിവൻ്റെ അമ്പലത്തിലേക്ക് വിസിറ്റ് ചെയ്യാണ് എലിഫൻറ്റിൻ്റെ മേലെ ഇരുന്ന്. അതൊക്കെ നല്ല രീതിയിൽ പോർട്രൈ ചെയ്യാണ് കമലാദാസ് അല്ലേ. റിവീൽ ദ പോയറ്റ്സ് വിസ്റ്റ്ഫുൾ longing to have been born in those days, lived with full breath in the open air. എന്താണ്? റിവീൽ ദ പോയറ്റ്സ് വിസ്റ്റ്ഫുൾ ലോങ്ങിങ്, എന്താ പ്രതീക്ഷ. വിസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ ഹോപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള മീനിങ് ആണ്. റിവീൽ കമലാദാസ് ഈ ഒരു പോയത്തിലൂടെ റിവീൽ ചെയ്യുക, അതായത് തുറന്ന് കാണിക്കുന്ന ഒരു കാര്യം എന്താണ്? ദ പോയറ്റ്സ് വിസ്റ്റ്ഫുൾ ലോങ്ങിങ് ടു ഹാവ് ബീൻ ബോൺ ഇൻ ദോസ്, ആ ഒരു കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് എന്താണ്? ഒരു നല്ലൊരു പ്രതീക്ഷയിലുള്ള ഒരു ലോങ്ങിങ് ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. ആൻഡ് ലീവ്ഡ് വിത്ത് ഫുൾ ഓഫ് ബ്രത്ത് ഇൻ ദ ഓപ്പൺ എയർ, ആ ഓപ്പൺ എയറിൽ നല്ലൊരു എയർ ശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു ഇതിനെ റിവീൽ ചെയ്യാണ് അല്ലേ. ആ ഒരു ആഗ്രഹത്തെയൊക്കെ, പ്രതീക്ഷയോടുള്ള ആ ഒരു ആഗ്രഹത്തെ റിവീൽ ചെയ്യാണ് ആര്? പോയറ്റ്. ഇമേജ്, ഇതിലുള്ള ഇമേജുകൾ എന്നൊക്കെ പറഞ്ഞത് എന്താണ്? കൾച്ചറൽ സോഴ്സ് ഓഫ് ടിപ്പിക്കൽ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഇതിൽ കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ, ആ എലഫൻറ്റിൻ്റെ മേലെയുള്ള റൈഡ്, ഇതൊക്കെ എന്താണ്? ആ ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു കൾച്ചറിനെയൊക്കെ അവർ കാണിക്കുന്ന ഒരു കാര്യമാണ്. കൾച്ചറൽ സോഴ്സ് ഓഫ് ടിപ്പിക്കൽ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കൾച്ചറായിട്ടുള്ള സോഴ്സസുകളാണ് ഇതിൽ കാണിക്കുന്ന ഓരോ ഇമേജുകളും അല്ലേ. ആൻഡ് ഡിഫൈൻ ഹെർ ഐഡൻറ്റിറ്റി, അതേപോലെ എന്താണ്? കമലാദാസിൻ്റെ ഐഡൻറ്റിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് കൂടിയാണ് കേട്ടോ. ബ്ലഡ് എന്ന് പറഞ്ഞത് എന്താണ്? സിമ്പിൾ ഓഫ് കണക്ഷൻ, അതായത് ഒരു സിമ്പിൾ ഓഫ് കണക്ഷൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ബ്ലഡിനെ ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ബ്ലഡ് എന്ന് പറയുന്നത് റെഡാണ്, വാമാണ്, ഫ്ലോയിങ് ആണ് അല്ലേ. റെഡ്, വാം, ഫ്ലോയിങ്, ഇവോക്കിംഗ് ബോത്ത് ഫിസിക്കൽ റിയാലിറ്റീസ് ആൻഡ് ഇമോഷണൽ ഡെപ്ത് ഓഫ് ഫാമിലിയൽ ബോണ്ട്. നമ്മൾ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ബോണ്ടിൻ്റെ എന്താണ്? ഫിസിക്കൽ റിയാലിറ്റീനെയും അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഡെപ്തിനെയൊക്കെ ഇവോക്ക് ചെയ്യാണ് എന്ത്? ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ട് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു വേർഡ് കൊണ്ട് സിംബലൈസ് ചെയ്യുന്നതാണ് ഇതൊക്കെ അല്ലേ. ഇവോക്കിംഗ് ഫിസിക്കൽ റിയാലിറ്റീസ് ആൻഡ് ഇമോഷണൽ ഡെപ്ത് ഓഫ് എ ഫാമിലിയൽ ബോണ്ട്. പിന്നെന്താണ്? ബ്ലഡ് എന്ന് പറയുന്നത് തീം ഓഫ് മദർഹുഡ് ആണ്, സാക്രിഫൈസ് ആണ്, പെയിൻ ആണ്, ഇൻറ്റിമസി ആണ്. ബ്ലഡ് എന്ന് പറയുന്നത് തീം ഓഫ് മദർഹുഡ്, തീം ഓഫ് സാക്രിഫൈസ്, തീം ഓഫ് പെയിൻ ആൻഡ് തീം ഓഫ് ഇൻറ്റിമസി കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമേജറി പഠിച്ചു, ഇൻ്റർപ്രിട്ടേഷനൊക്കെ നോക്കി. ഇത്രയാണ് നമ്മളുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 4. ഇതോടുകൂടി നമ്മുടെ ബ്ലോക്ക് 3 കംപ്ലീറ്റ് ആവുകയാണ്. സരോജിനി നായിഡുവിനെ പറ്റി പഠിച്ചു, നസീം ഇസേക്കിലിനെ പറ്റി പഠിച്ചു, AK രാമാനുജനെ പറ്റി പഠിച്ചു, കമലാദാസിനെ പഠിച്ചു അല്ലേ. ഇവരുടെയൊക്കെ പോയംസും നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ക്ലിയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ.